നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും ഗുരു സങ്കല്പത്തിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന വിവിധ കഥകളെക്കൊണ്ട് ഗീതാതത്വങ്ങളെ എങ്ങനെയാണ് ഭഗവാൻ വേദവ്യാസൻ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത് എന്ന് നാം നോക്കുകയായിരുന്നു. ഗീതയുടെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം. അതിൽ അദ്ദേഹം ദൈവീ സമ്പത്തിനെയും ആസുരീ സമ്പത്തിനെയും വളരെ വിശദമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവീ സമ്പത്ത് കൊണ്ടുള്ളതായ പ്രയോജനം സകല ദുഃഖങ്ങളിൽ നിന്നുമുള്ള വിമുക്തിയാണ്. ആസുരീ സമ്പത്താകട്ടെ ഉള്ളിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ബന്ധനങ്ങൾക്ക് പുറത്ത് ബന്ധനങ്ങളെ ഉളവാക്കി ആരെയും ദുഃഖത്തിൻ്റെ കയത്തിലേക്ക് വലിച്ചെടുത്ത് കളയും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഇരിക്കുന്നതായ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ആസുരി സമ്പത്തിനെ ദൂരീകരിച്ച് ദൈവീ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടുന്നതായ പ്രവൃത്തികൾ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനുള്ളതായ മാർഗ പ്രദർശനം ഈ 16-ാം അധ്യായത്തിൽ നടക്കുന്നു. ദൈവീ സമ്പത്തിൽ യജ്ഞം എന്നുള്ളതായ സവിശേഷതയാണ് നാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ മുഴുവൻ യജ്ഞമയമാക്കി തീർത്തു കഴിഞ്ഞാൽ ഉള്ളിലെ താമസഭാവങ്ങൾ അകന്ന് സാത്വിക ഭാവം വർദ്ധിക്കും. അതിൻ്റെ ഫലം ദൈവീ സമ്പത്തിൻ്റെ വർധനവാണ്. അങ്ങനെ ദൈവീ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഥാരൂപത്തിൽ വേണ്ടുന്ന മാതൃക കാണിക്കുന്ന അനേക സന്ദർഭങ്ങൾ ഈ മഹാഭാരതത്തിനകത്തുണ്ട്. അതിലൊന്ന് ഭീഷ്മൻ്റെ കഥ തന്നെയാണ്. അതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഉദ്യോഗപർവത്തിൽ ഭീഷ്മൻ തന്നെ അംബയുടെ കഥ നമ്മെ കേൾപ്പിക്കുന്നു. ദുര്യോധനോട് അദ്ദേഹം പറയുന്ന പ്രകാരത്തിലാണ് അതിൻ്റെ നിബന്ധനം. ദുര്യോധനോട് പറയുന്ന ആ കഥ ഭീഷ്മൻ്റെ ജീവിതം എങ്ങനെ അദ്ദേഹം ശ്രദ്ധയോടുകൂടിയിട്ട് യജ്ഞമായി നിലനിർത്തി എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കടുത്തതായ പ്രതിസന്ധികളാണ് ആ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അതിനെയെല്ലാം അദ്ദേഹം യജ്ഞഭാവനയോടുകൂടിയിട്ട് അഭിമുഖീകരിച്ച് സമ്പൂർണ്ണ വിജയമാക്കി തീർക്കുകയും ചെയ്തു. ഭീഷ്മനാൽ ഹസ്തിനാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരപ്പെട്ട കാശിരാജാവിൻ്റെ മക്കളിൽ ഒരുവളായ അംബ സാൽവനോട് തനിക്കുള്ളതായ പ്രണയബന്ധം ഭീഷ്മനെ പറഞ്ഞറിയിച്ചു.
അങ്ങനെ തന്നെ സാൽവൻ്റെ സമീപത്തേക്ക് അയക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം അമ്മയുടെയും ഗുരുജനങ്ങളുടെയും അനുവാദത്തോടു കൂടിയിട്ട് ഭീഷ്മൻ യഥായോഗ്യം അമ്പയെ സാൽവ സമീപത്തേക്ക് അയച്ചു. പക്ഷേ സാൽവൻ അമ്പയെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല, കൊട്ടാരത്തിൽ നിറക്കി വിട്ടു. അങ്ങനെ ദുഃഖിതയായിട്ട് എവിടേക്ക് പോകണം എന്നറിയാതെ, തനിക്ക് ചെല്ലാനായിട്ട് ഒരു ഇടവുമില്ലാതെ വ്യാകുലപ്പെട്ട് കാനനത്തിനുള്ളിലേക്ക് അമ്പ പ്രവേശിക്കുമ്പോഴാണ് ഒരു ആശ്രമം, അനേകം ഋഷിമാർ തപസ് ചെയ്യുന്നൊരാശ്രമം കാണുന്നതും ആ ആശ്രമത്തിൽ അമ്പ എത്തിച്ചേരുന്നതും. അവരെല്ലാം അത്ഭുതപ്പെട്ടു. അവരോട് താൻ ഇവിടെ വരാനുണ്ടായതായ കാരണം, താൻ അഭിമുഖീകരിക്കുന്നതായ വിപത്ത് എല്ലാം അമ്പ പറഞ്ഞു കേൾപ്പിച്ചു. തനിക്ക് അവിടെ താമസിച്ച് തപസ് ചെയ്യണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവളത് അറിയിച്ചു, അതിനനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അത് എങ്ങനെ നിറവേറ്റും? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ത് ചെയ്യും എന്ന് ഋഷിമാർ അന്ന് മുഴുവൻ ആലോചിച്ചു. അടുത്ത പുലരിയിൽ ഋഷിമാർ അമ്പയെ എങ്ങനെ സന്തോഷിപ്പിച്ച് ഇവിടെ നിന്ന് അവൾക്ക് പറ്റിയ ഒരു അഭയസ്ഥാനത്തേക്ക് അയക്കും എന്ന് ആലോചിക്കുന്ന അവസരത്തിൽ അവിടെ ഒരു വിശിഷ്ടനായ അതിഥി വന്നു ചേർന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹോത്രവാഹനൻ. അദ്ദേഹം രാജാവായിരുന്നു. പുത്രൻ രാജ്യഭാരം ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം കഠിന തപസ്സിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പോയി. അങ്ങനെ രാജർഷിയായി തീർന്നു. അദ്ദേഹമാണ് തൻ്റെ ആ തീർത്ഥയാത്രകൾക്കിടയിൽ ഇവിടെ ഈ ആശ്രമത്തിലും അന്നേ ദിവസം വന്നു ചേർന്നത്. ഹോത്രവാഹനൻ വരുന്നത് കണ്ടപ്പോഴേക്കും ഋഷിമാരെല്ലാ പേരും സന്തോഷിച്ചു. അദ്ദേഹത്തെ യഥായോഗ്യം സ്വീകരിച്ചു, സൽക്കരിച്ചു. ആശ്രമത്തിനുള്ളിൽ വെച്ച് അദ്ദേഹത്തെ പൂജ ചെയ്തു. അദ്ദേഹത്തോട് കുശലങ്ങൾ ചോദിച്ചു. വരാനുണ്ടായതായ കാരണമെല്ലാം ചോദിച്ചു. അങ്ങനെ അദ്ദേഹം സ്വസ്ഥനായി അവരോടെല്ലാം കുശലപ്രശ്നം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഹോത്രവാഹനൻ അമ്പയെ കണ്ടു. ആ അമ്പ ആരെന്ന് ഹോത്രവാഹനൻ അറിയില്ല. അപ്പോൾ ആ കുട്ടിയുടെ കഥയും അവളുടെ അപ്പോഴത്തെ അവസ്ഥയും ആ ഋഷിമാർ ഹോത്രവാഹനനോട് പറഞ്ഞു. ഈ കുട്ടി ഇന്നലെ ഇവിടെ വന്നു ചേർന്നു. അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെല്ലാം ഈ ഋഷിമാർ അദ്ദേഹത്തെ കേൾപ്പിച്ചു. അവൾ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് ഇവിടെ സാധ്യമല്ലല്ലോ. ഈ ആശ്രമത്തിൽ അമ്പയെ താമസിപ്പിക്കുക സാധ്യമല്ല. അങ്ങനെ ഇരിക്കവേ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു. ആ അമ്പയുടെ ജീവിത സംഭവങ്ങളെല്ലാം അവർ പറഞ്ഞു കേൾപ്പിച്ചു. കാശിരാജാവിൻ്റെ പുത്രിയാണ് അമ്പ എന്ന് ഹോത്രവാഹനൻ അറിയുന്നത് അപ്പോഴാണ്. താം തഥാ വാദിനീം ശ്രുത്വ ദൃഷ്ട്വാ ച സ മഹാതപാഃ രാജർഷി കൃപയാവിഷ്ടോ മഹാത്മാ ഹോത്രവാഹന. മഹാത്മാവായ ഹോത്രവാഹനൻ എന്നു പേരായ ആ രാജർഷി അവളുടെ ആ കഥകളെല്ലാം കേട്ടപ്പോഴേക്കും അവളോട് വളരെയേറെ കാരുണ്യമുള്ളവനായി ചമഞ്ഞു. ലോകത്തിൽ ആരായാലും ഈ അവസ്ഥയിൽപ്പെട്ട ഒരാളിൻ്റെ ദുഃഖങ്ങൾ അറിയുമ്പോഴേക്കും അവരോട് അനുതപിക്കും, അവരിൽ കരുണയുള്ളവരായിത്തീരും. ഏതെങ്കിലും പ്രകാരത്തിൽ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ആരും ചിന്തിച്ചു പോകും. ഹോത്രവാഹനും അങ്ങനെ തന്നെ ചിന്തിച്ചു. എന്ന് മാത്രമല്ല, ഹോത്രവാഹനൻ്റെ ഉള്ളിൽ വർദ്ധിച്ചതായ കാരുണ്യമാണുണ്ടായത്, ഒപ്പം ദുഃഖവും. എന്തുകൊണ്ടെന്നാൽ കാശിരാജാവിൻ്റെ മകൾ ആണ് അമ്പ എന്ന് അദ്ദേഹം അറിഞ്ഞു. കാശിരാജാവിൻ്റെ മകളെന്ന് പറയുമ്പോഴേക്കും തനിക്ക് അമ്പയോടുള്ളതായ ബന്ധം അദ്ദേഹത്തിന് ഉടൻ മനസ്സിലാകും. അമ്പയ്ക്കും മറ്റ് ഋഷിമാർക്കും അപ്പോഴും അത് അറിയില്ല.
ഈ ഹോത്രവാഹനൻ്റെ മകളാണ് കാശിരാജാവിൻ്റെ ഭാര്യ. അങ്ങനെ തൻ്റെ മകളുടെ മകളാണ് തൻ്റെ മുന്നിൽ ഈ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എന്ന് അറിഞ്ഞ് അവളോട് ഏതൊരു മനുഷ്യജീവിയോടും തോന്നുന്നതായ ആ കാരുണ്യവും അതിലേറെ തൻ്റെ കൊച്ചുമകളാണെന്നുള്ള വിചാരത്താൽ ഉണ്ടാകുന്ന ആ കാരുണ്യ വർധനവും ഒക്കെയായിട്ട് ഹോത്രവാഹനൻ അവളോട് സകല കാര്യങ്ങളും വളരെ വ്യക്തമായി പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി എന്തു വേണം എന്നുള്ള അഭിപ്രായവും അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനാവില്ല, എനിക്ക് സാൽവൻ്റെ സമീപത്തേക്ക് പോകാനാവില്ല, എനിക്ക് ഹസ്തനാപുരത്തേക്കും പോകാനാവില്ല. ഇനി എന്തു വേണം എന്ന് അങ്ങ് എന്നെ ഉപദേശിക്കണം. ആ അവസരത്തിൽ ഹോത്രവാഹനൻ പറഞ്ഞു, അബ്രവീത് വേപമാനശ്ച കന്യാമാർത്താം സുദുഃഖിതഃ. ആ കന്യകയുടെ ആ അവസ്ഥ കണ്ടിട്ട് അങ്ങേയറ്റം ദുഃഖിതനായിട്ട്, ആ ദുഃഖത്താൽ ആകെ വിറകൊള്ളുന്നവനായിട്ട് അദ്ദേഹം അംബയോട് പറഞ്ഞു, മാഗ പിതൃഗൃഹം ഭദ്രേ. അല്ലയോ കുഞ്ഞെ, നീ അച്ഛൻ്റെ വീട്ടിലേക്ക്, കാശിരാജ്യത്തിലേക്ക് നീ പോകണ്ട. അവിടേക്ക് പോകാൻ നീ ഇഷ്ടപ്പെടുന്നില്ല, അവിടെ പോകാൻ നീ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ ആ ആഗ്രഹത്തിൽ, ആ വിചാരത്തിൽ തെറ്റില്ല. നീ അവിടേക്ക് പോകേണ്ട കാര്യമില്ല. നിന്റെ ഈ ദുഃഖത്തിന് പരിഹാരം ഞാൻ തന്നെ കാണാം. എന്തുകൊണ്ടെന്നറിയോ? മാതുലസ്തേ ജനകോഹ്യഹം. നിന്റെ പിതാവായിരിക്കുന്ന കാശിരാജാവിൻ്റെ മാതുലനാണ് ഞാൻ. കാശിരാജാവിൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ഞാൻ. എൻ്റെ മകളാണ് നിന്റെ അമ്മ. അങ്ങനെ നീ എൻ്റെ ദൗഹിത്രിയാണ്, മകളുടെ മകളാണ്. ആ നിലയിലും എനിക്ക് നിന്നോട് വലുതായ കടപ്പാടുണ്ട്, ചുമതലയുണ്ട്. അതിനാൽ ഞാൻ തന്നെ നിന്റെ ഈ അവസ്ഥയിൽ നിനക്ക് വേണ്ടുന്നതായ മാർഗം കാണിച്ചു തരാം. ആലോചിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു നല്ലതായൊരു മാർഗം എൻ്റെ മനസ്സിൽ തോന്നുന്നു. നീ ആ മാർഗത്തെ അനുസന്ധാനം ചെയ്താലും. അംബ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുനിന്നു. ആ ആശ്രമത്തിലുണ്ടായിരുന്ന ഋഷിമാർക്ക് ആർക്കും തന്നെ അംബയുടെ ദുഃഖത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടൊരു മാർഗം കൃത്യമായി നിർദ്ദേശിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോഴിതാ അകൃതവ്രണൻ, തൻ്റെ മുത്തച്ഛൻ, തൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹം പറയുന്നു, എനിക്ക് എൻ്റെ കണ്ണിൽ ഒരു മാർഗം കാണുന്നുണ്ട്. അതുകൊണ്ട് നീ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകണ്ട, മറ്റൊരിടത്തേക്കും പോകണ്ട. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. ഗച്ഛ മധ്വജനാദ രാമം ജാമദഗ്നിം തപസ്വിനം. എൻ്റെ ഈ നിർദ്ദേശമനുസരിച്ചിട്ട് നീ രാമൻ്റെ സമീപത്തേക്ക് ചെല്ലൂ. ജമദഗ്നി മഹർഷിയുടെ പുത്രനായ രാമൻ, ജാമദഗ്നിയും മഹാതപസ്വിയാണ് ജമദഗ്നി. അദ്ദേഹത്തിൻ്റെ പേര് അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായ രാമനെ അറിയാത്തവരും ആരുമില്ല. ഒരു വലിയ ചരിത്രം ഈ ലോകത്ത് നിർമ്മിച്ചയാളാണ് ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന രാമൻ. ഭൃഗുവംശത്തിൽ പിറന്ന രാമൻ, ഭാർഗവൻ എന്ന പേരിൽ വിശ്രുതനായിട്ടുള്ള രാമൻ എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ഭൂമിയിൽ അധർമ്മിഷ്ഠരായിട്ടുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ ഒറ്റയ്ക്ക് അവരോട് യുദ്ധം ചെയ്ത് അവരെ സംഹരിച്ച് തൻ്റെ അച്ഛനോട് കർത്തവീരാർജുനനും അദ്ദേഹത്തിൻ്റെ സഹായികളും ചെയ്തതായ ക്രൂരകർമ്മത്തിന് പ്രതിവിധി നടത്തിയ ആളാണ്. അദ്ദേഹത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. മഹാതപസ്വിയാണ്. അതാണ് തപസ്വിനം. തപസ്വിയായിരിക്കുന്ന, കഠിന തപസ്സിൻ്റെ ഉടമയായിരിക്കുന്ന ആ രാമൻ്റെ അടുക്കലേക്ക് നീ പോവുക. ഞാനിതാ നിർദ്ദേശിക്കുന്നത് അതാണ്. എൻ്റെ വാക്കനുസരിച്ച് നീ പോവുക. എന്തുകൊണ്ട് ഞാൻ രാമൻ്റെ അടുത്തേക്ക് നിന്നെ പറഞ്ഞയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമസ്തേ സുമഹദ് ദുഃഖം ശോകം ചെയ്വ അപനേഷ്യതി. നിനക്ക് വന്നു ചേർന്നിരിക്കുന്നതായി ഭയങ്കരമായ ദുഃഖവും അതേപോലെ തന്നെ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ. ഇത് മുഴുവൻ രാമൻ, ഭാർഗവരാമൻ
നിശ്ചയമായിട്ടും ദൂരീകരിക്കും. അദ്ദേഹം നിന്നെ രക്ഷിക്കും. നിന്റെ ശ്രേയസ്കരമായ ഭാവി ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിനാകും. അദ്ദേഹം അത് നിനക്ക് ചെയ്തു തരും.